ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സായിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവേണ്. നമ്മൾ പെരുമാതുറ ഹോട്ടലിൽ വെച്ചിട്ടാണ് സായിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെന്റ് ആൻഡ്രൂസിലെ ബീച്ച് വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ കൂടെ സായിക്കുട്ടൻ്റെ ഡാഡി ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ മാച്ചിങ് ഔട്ട്ഫിറ്റ് ആണ് ഗൈസ്. അപ്പം ഇനി പിന്നീട് ബാക്കി വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ്ലി നേരെ പോയി സായിക്കുട്ടനെ ചേച്ചീനൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ തറ്റമ്മേ അങ്ങനെ ഞങ്ങൾ ഭക്തിസാന്ദ്രമായിട്ട് തന്നെ യാത്ര തിരിച്ച് നേരെ ആദ്യം ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടെ നമ്മൾ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ചേച്ചിയുടെ ഫോൺ ഡിസ്പ്ലേ പോയി. അങ്ങനെ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ ഫോൺ വാങ്ങിച്ച് നേരെ ഗൂഗിൾ മാപ്പിൻ്റെ അടുത്ത് ചോദിച്ച് അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലോട്ട് വഴി കാണിച്ചു. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കിയത് കൊണ്ട് തന്നെ ഏതോ കാട്ടിൽ കൂടെയൊക്കെ ആയിരുന്നു ഗൈസ് നമ്മൾ പോയത്. ഭാഗ്യത്തിന് ആ വഴിയിൽ കാറ് കഷ്ടിച്ച് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫോൺ ശരിയാക്കാൻ കൊടുത്തപ്പം ഏകദേശം 30 മിനിറ്റ്സ് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ നേരെ പോയി ഒരു ചായക്കടയിൽ കയറി. എന്നിട്ട് നമ്മൾ ചായയും നല്ല ചൂടുവടയും കഴിച്ചു. ഇപ്പം നമ്മൾ വീണ്ടും സമയം 5:30 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വീട്ടിലോട്ട്. ഇനി വേണം നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ. അപ്പം ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങനെ ഫൈനലി ഫോണൊക്കെ ശരിയാക്കി വാങ്ങിച്ച് ഞാനും ചേട്ടനും ചേച്ചിയും ഫാമിലി എല്ലാവരും നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഒരു കഫേയിലായിരുന്നു, സെന്റ് ആൻഡ്രൂസ് ഉള്ള ആൻഡ് ബീച്ചിൻ്റെ അടുത്തുള്ള കഫേ ആയിരുന്നു. ആൻഡ് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സായിക്കുട്ടൻ്റെ അവിടുത്തെ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ആൻഡ് ഗൈസ്, ഇതാണ് സായിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഒരു ബലൂൺ കിട്ടിയതിന് ശേഷം കുട്ടി അതിൻ്റെ പുറകെയായിരുന്നു. ഫുൾ ആ ബലൂണായിട്ട് കളിച്ച് കുറേ നേരം ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ അവൻ്റേതായ ലോകത്ത് കുറേ നേരം കളിക്കുമായിരുന്നു. ഇതാണ് സായിക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക്. ഒരു ഗ്രീൻ തീമിലായിരുന്നു ഫുള്ള് സെറ്റ് ചെയ്തത്. കേക്കും അതേപോലെ അവിടുത്തെ ഡെക്കറേഷനും എല്ലാം ഗ്രീൻ തീമും. അതേപോലെ സായിക്കുട്ടൻ്റെയും എല്ലാവരുടെയും ഡ്രസ്സ് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ നടന്ന് തൊട്ടടുത്ത ബീച്ചിൽ പോയി. അങ്ങനെ ബീച്ചിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഫുൾ കേക്ക് കട്ടിങ്ങും പരിപാടികളുമായിരുന്നു. കേക്കെല്ലാം റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. ഷണ്ണി ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തു ഗൈസ്. ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫൈനലി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് കാറിൽ AC-യിൽ വന്ന് ഞാൻ തിരിച്ച് ശുദ്ധവായു ശ്വസിച്ച് എൻ്റെ ഡാഡി കൂളിൻ്റെ കൂടെ 100-110 സ്പീഡിൽ യാത്രയായി ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.